അവരെ ഒന്നും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മോഹൻലാലിനെ പോലെ ഇത്രയേറെ മലയാള സിനിമയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യനെ RSS ആഗ്രഹിക്കുന്നത് പോലെ, സംഘപരിവാർ വിഭാവനം ചെയ്യുന്നത് പോലെ, ബജറംഗദൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഹിന്ദുത്വ ബ്രാൻഡാക്കി മാറ്റിക്കൊടുക്കുവാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകരുത്. കേരളത്തിലെ മതേതര സാംസ്കാരിക രാഷ്ട്രീയ മൂല്യങ്ങളിൽ മോഹൻലാലിന് വ്യക്തമായ പങ്കുണ്ട്. സംഘപരിവാറിൻ്റെ സങ്കുചിതമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മുന്നിൽ മോഹൻലാലിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ നമ്മൾ തടയിടേണ്ടതായി തന്നെയുണ്ട്. മോഹൻലാലിനെ പോലെയുള്ള ഒരു മഹാനടന് ഇത്രയേറെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ മലയാള സിനിമ കണ്ട് പുറത്തിറങ്ങി 4 നാളുകൾക്ക് ശേഷം എന്തുകൊണ്ടാണ് മോഹൻലാലിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് പോലും ഇത്രയേറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നത് നമ്മൾ ചിന്തിക്കണം. സംഘപരിവാറിനെ എതിർത്തുകൊണ്ട് ആർക്കാണ് ഈ നാട്ടിൽ സുഖമായി ജീവിക്കാൻ കഴിയുന്നത്? ആർക്കൊക്കെയാണ് ഏതൊക്കെ മേഖലയിലാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്? എല്ലാ മേഖലയിലും സംഘപരിവാർ പിടിമുറുക്കി കഴിഞ്ഞു. കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നതും അതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോൾ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും EDയെയും എൻഫോഴ്സ്മെൻറ്റിനെയും CBIയെയും ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടി കീഴ്പ്പെടുത്തുന്ന ഒരുപാട് നയങ്ങൾ നരേന്ദ്രമോദി നടത്തി വരികയാണ്. അത് തന്നെയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് മോഹൻലാലിന് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മോഹൻലാലിനെ ഒരു സംഘിക്കും വിട്ടുകൊടുക്കരുത്. കേരളത്തിലെ മലയാളികളുടെ പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എൻപുരാൻ സിനിമയും മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമാണ്. മോഹൻലാലിനെ RSS ആക്കാൻ, സംഘപരിവാർ ആക്കാൻ സോഷ്യൽ മീഡിയയിൽ വലിയ ഇടപെടലുകൾ നടക്കുന്നു. എന്തുകൊണ്ടാണ് മോഹൻലാലിനെ പോലെയുള്ള ഒരു മഹാനടന് ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഈ സിനിമ പറയുന്ന പ്രമേയം എന്താണ്? ഈ സിനിമയിൽ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറഞ്ഞു വെക്കുന്നത് എന്താണ്? കേന്ദ്ര സർക്കാരിനെ, നരേന്ദ്രമോദിയുടെ സർക്കാരിനെ ആര് വിമർശിക്കാൻ തയ്യാറാകുന്നുണ്ടോ ആ വിമർശിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ആ വാതിലുകളിൽ EDയും എൻഫോഴ്സ്മെൻറ്റും എത്തും എന്നുള്ളതാണ്. അതുതന്നെയല്ലേ മോഹൻലാലിന് സംഭവിക്കാൻ പോകുന്നത്? മോഹൻലാലിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനല്ലേ ശ്രമിക്കുന്നത്? ഇവിടെ ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ സിനിമാ മേഖലകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് നല്ലതും മോശവും പറഞ്ഞിട്ടുണ്ട്. ചില നഗ്നമായ സത്യങ്ങൾ സിനിമകളിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചില സാങ്കല്പിക കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. പച്ചയായ രാഷ്ട്രീയം നമുക്ക് സിനിമകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, സംഘപരിവാറുകൾ ഇന്നലകൾ നടപ്പിലാക്കിയ വംശീയതയുടെ രാഷ്ട്രീയം, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന, പച്ചമാംസം കത്തിച്ചു കളയുന്ന, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനത്ത് 2022 RSS ആസൂത്രിതമായ ന്യൂനപക്ഷ വേട്ട നടത്തി, മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്നുള്ള രാഷ്ട്രീയ പ്രഖ്യാപിതമായ നയങ്ങൾ നടത്തി, അതിനുവേണ്ടി നടപ്പിലാക്കിയ, അതിന് മുൻനിരയിൽ നടന്ന ആളുകളെ ഇന്ത്യൻ ജുഡീഷ്യറി തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ അതൊക്കെ നമുക്ക് മുന്നിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതിലുള്ള ആകുലതകൾ, ഇന്നലകൾ നിങ്ങളെ വേട്ടയാടിയിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങളെ എന്തിനു വേട്ടയാടുന്നു? നിങ്ങൾ ചെയ്യുന്നത് ഇന്നലെയും ഇന്നും വംശീയതയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും അക്രമത്തിൻ്റെയും രാഷ്ട്രീയമല്ലേ? ആ രാഷ്ട്രീയം പറയുന്നതിൽ എന്താണ് തെറ്റ്? RSSകാർ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം അത് ന്യൂനപക്ഷ വേട്ടയാണ്, മുസ്ലിം വിരോധമാണ്. RSSകാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, മലയാള സിനിമയ്ക്കൊരു സംസ്കാരമുണ്ട്. ഇന്നലകളിൽ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇന്നലകളിൽ ഉണ്ടായ സിനിമകളിലെല്ലാം മുസ്ലിം തീവ്രവാദം കാണിക്കുമ്പോൾ തൊപ്പിയും തലപ്പാവും ഉപയോഗിക്കാറുണ്ടായിരുന്നു. പല ക്രിസ്ത്യൻ മിഷനറിമാരെയും പള്ളിയിലച്ചന്മാരെയും മദ്യ കച്ചവടക്കാരുമായും അവരുടെ താൽപര്യ കക്ഷികളുമായും ബന്ധപ്പെട്ട സിനിമാ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മതമേലധ്യക്ഷന്മാരെയും മോശപ്പെടുത്തിയ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമ്മൾ ലഘൂകരിച്ച് കാണാറുണ്ട്. ഇതൊന്നും ഇവിടെ ഒരു വർഗീയതയെ ആളി കത്തിച്ചിട്ടുമില്ല. ഇവിടുത്തെ വിഷയം ഒരു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മതത്തിൻ്റെ ഏതെങ്കിലും ആചാരങ്ങളെക്കുറിച്ചോ ഏതെങ്കിലും മതസ്പർദ്ധ ഉളവാക്കുന്ന ഏതെങ്കിലും രംഗങ്ങളോ ഈ സിനിമയിലില്ല എന്നുള്ളതാണ്. പക്ഷേ മറിച്ച് RSSകാരുടെ മതസ്പർദ്ധ, RSSകാർ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിൻ്റെ മതേതര മനസ്സിൽ കത്തിവെച്ചതും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയിട്ടുള്ളതും വളരെ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിച്ചു. കൃത്യമായി പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും നിലപാടും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. മുരളി ഗോപി പറയപ്പെടുന്നതും നേരിൻ്റെ സത്യസന്ധയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അവരെ ഒന്നും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മോഹൻലാലിനെ പോലെയുള്ള മഹാനടനെ നിങ്ങൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് ശ്രമിച്ചാലും കേരളത്തിലെ മതേതര മനസ്സുകൾ, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം, സിനിമാ രംഗം, രാഷ്ട്രീയ രംഗം ഇത്തരത്തിൽ RSSൻ്റെ ചടുലമായ നീക്കങ്ങൾക്കൊപ്പം നിൽക്കുവാനല്ല, അതിനെ പ്രതിരോധിക്കാനാണ് നിൽക്കുന്നത്. കൂട്ടായ പരിശ്രമം ഈ ചെറുത്തുനിൽപ്പിനുണ്ടാകും.
മോഹൻലാലിനെ പോലെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കരുത്. അദ്ദേഹം മതേതര സാംസ്കാരിക സിനിമാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പച്ചയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ വേട്ടയാടി ഒരു തീവ്രവാദ പ്രസ്ഥാനമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വ്യക്തമാക്കി കൊടുക്കേണ്ടുന്ന ഒരു സങ്കല്പം നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ചില കോണുകളിൽ, ചില മേഖലകളിൽ മോഹൻലാലിനെ അത്തരത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. അതൊരിക്കലും ഭൂഷണമല്ല. മോഹൻലാലിനെ പോലെയുള്ള ഒരു വ്യക്തി സിനിമ കാണുമ്പോൾ, സിനിമയുടെ തിരക്കഥ കാണുമ്പോൾ, സിനിമ കണ്ടതിനു ശേഷമൊക്കെയുള്ള അഭിപ്രായം പരിശോധിച്ചാൽ മനസ്സിലാവും അദ്ദേഹം ഈ കഥാപാത്രത്തോടും ഈ കഥയോടും തികച്ചും സത്യസന്ധത പുലർത്തിയ ഒരു വ്യക്തിയാണ്. 4 ദിവസങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായ പ്രകടനം ഫേസ്ബുക്കിൽ നടത്തിയതെന്ന് ചോദിച്ചാൽ ബാഹ്യ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ്.